ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കേവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം നിങ്ങളെപ്പോലെ തന്നെ ഞാനും യൂട്യൂബ് തുടങ്ങിയത് ഇതിൽ നിന്നും ഒരു വരുമാനം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് തന്നെയാണ്. അല്ലാതെ വെറുതെ ഒരു ടൈം പാസിനായിട്ട് തുടങ്ങിയതൊന്നുമല്ല. കുറേ ആളുകൾ അങ്ങനെ പറയാറുണ്ട്, അതൊക്കെ വെറുതെ പറയുന്നതായിരിക്കും. കാരണം ടൈം പാസിനാണെങ്കിൽ നമുക്ക് തുടങ്ങാൻ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. യൂട്യൂബ് ചാനൽ തന്നെ തുടങ്ങണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഞാൻ എന്തായാലും യൂട്യൂബ് ചാനൽ തുടങ്ങി ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു ഏണിങ്സ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഏണിങ്സ് കിട്ടുവാണെങ്കിൽ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ സാധാരണക്കാരെയൊക്കെ സഹായിക്കാമല്ലോ എന്ന് കരുതിയിട്ട് കൂടിയാണ്. എന്ന് വെച്ചാൽ ഞാൻ വലിയ സാമ്പത്തികമുള്ള ആൾ എന്നല്ല, എന്നാലും നമുക്ക് എല്ലാവർക്കും ആഗ്രഹം കാണുമല്ലോ, നമുക്ക് കിട്ടുന്ന എന്തെങ്കിലും ഒരു വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്നും പാവപ്പെട്ട സാധാരണക്കാരായ ആൾക്കാരെ കുറച്ച് പേരെ സഹായിക്കണമെന്ന് ഒരുപാട് ആൾക്കാർ നമ്മൾ ചെയ്യുന്നത് കണ്ടിട്ടുമുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊരു കാണുമ്പോൾ ഒരു മോട്ടിവേഷനുമാണല്ലോ. അതുകൂടെ കണ്ടാണ് നമ്മൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള മെയിൻ കാരണം. അപ്പോൾ അങ്ങനെ സാധാരണപ്പെട്ട ആൾക്കാരെ നമുക്ക് കിട്ടുന്ന റവന്യൂവിൽ നിന്നും ഹെൽപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങളെപ്പോലുള്ളവരുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം. അപ്പോൾ നിങ്ങൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, എൻ്റെ ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് ഒന്ന് പറയണേ. നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ ആദ്യം ആളുകൾ ചോദിക്കുന്നത് നിങ്ങൾക്ക് എത്ര വരുമാനം കിട്ടുന്നതെന്നാണ്. പക്ഷെ അതിനേക്കാളും മുമ്പ് നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ നമുക്ക് അറിയേണ്ടതായിട്ട് കുറേ കാര്യങ്ങളുണ്ട്. ആദ്യമായിട്ട് നമുക്കിതിൽ നിന്ന് വരുമാനം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആകണം. അതിനുവേണ്ടി നമുക്ക് കുറച്ച് കടമ്പകൾ കിടക്കാനുണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടെ ഒന്ന് പറയാം. നമുക്ക് ആദ്യം 1000 സബ്സ്ക്രൈബേഴ്സും 10 മില്യൺ ഷോർട്ട് വീഡിയോസ് വ്യൂവേഴ്സുമാണ് വേണ്ടത്. അതല്ലെങ്കിൽ 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവറും വേണം. അത് നമുക്ക് ലോങ് വീഡിയോ ചെയ്ത് കിട്ടുന്ന വാച്ച് അവർ ആയിരിക്കണം. പിന്നെ ഈ 10 മില്യൺ വ്യൂവേഴ്സ് എന്നൊക്കെ പറയുന്ന അറിയാമല്ലോ, നമ്മുടെ എൻഗേജ്ഡ് വ്യൂവേഴ്സ് മാത്രമേ അവർ കൂട്ടത്തുള്ളൂ. അതായത് നമുക്കൊരു വീഡിയോ ചെയ്ത് ഒരു 1K വ്യൂസ് കിട്ടിയെന്ന് വെച്ചാൽ അതിൽ ചിലപ്പോൾ എൻഗേജ്ഡ് എന്ന് പറയുന്ന ഒരു 500 കാണത്തുള്ളൂ. അപ്പോൾ അത് മാത്രമേ കൗണ്ട് ചെയ്യത്തുള്ളൂ. അതുപോലെ തന്നെയാണ് ലോങ് വീഡിയോയിലും. അപ്പം നമുക്ക് ഷോർട്ട് വീഡിയോ നമുക്കൊരു 10 മില്യൺ വ്യൂവേഴ്സും 1000 സബ്സ്ക്രൈബേഴ്സും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ പിന്നെ ലോങ് വീഡിയോ 4000 വാച്ചവേഴ്സ് കംപ്ലീറ്റ് ആകണം. അപ്പം നമുക്ക് ആദ്യത്തെ കടമ്പ എന്ന് പറഞ്ഞാൽ നമുക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് ആക്കുക എന്നുള്ളതാണ്. അത് വളരെ സിമ്പിളായിട്ട് ചെയ്ത് കിട്ടാവുന്ന ഒരു കേസേ ഉള്ളൂ. കാരണം നമുക്ക് ഓൾറെഡി നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഉള്ളവരായതുകൊണ്ട് നമ്മുടെ ഫേസ്ബുക്കിലെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലെ ഫ്രണ്ട്സോ അങ്ങനെയുള്ളവരോടെല്ലാം പറയുകയും നമുക്ക് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോടൊക്കെ പറഞ്ഞാൽ അവരെല്ലാം അവിടെ സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് പെട്ടെന്നാക്കി എടുക്കാൻ പറ്റും. പക്ഷെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ഈ പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യിക്കുന്നവരുണ്ടല്ലോ, അവർ പിന്നീട് നമ്മുടെ വീഡിയോസ് കാണണമെന്നൊന്നും യാതൊരു നിർബന്ധമില്ല. കഴിവതും നമ്മുടെ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് വരുന്നവരായിരിക്കും നമുക്ക് ലോങ് ടൈം യൂസ് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് ഉപയോഗമാകുന്നതും. കാരണം അവർ നമ്മളെ ഇഷ്ടപ്പെട്ടിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുന്നത്. നമ്മൾ മറ്റേത് പറഞ്ഞ് ചെയ്യിക്കുന്നതാണ്. ആ ഒരു വ്യത്യാസമുണ്ട്. ചിലപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ല. ഞാൻ നോർമലി ഉള്ളൊരു കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഷോർട്ട് വീഡിയോസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ കഴിവതും 1 മിനിറ്റ് വരെയുള്ള വീഡിയോസാണ് ഷോർട്ട് വീഡിയോസ് എന്ന് പറയുന്നത്. മാക്സിമം നമ്മൾ ലെങ്ത് കുറച്ച് ഷോർട്ട് വീഡിയോസ് ചെയ്യുക. അപ്പോൾ നമുക്ക് കൂടുതൽ വ്യൂവേഴ്സ് അതിൽ നിന്ന് വരാനും സബ്സ്ക്രൈബേഴ്സ് കൂടാനും നല്ല സാധ്യതയാണ്. അപ്പോൾ നമുക്ക് ഷോർട്ട് വീഡിയോസിൻ്റെ ഒരു രീതി അങ്ങനെയാണ്. പിന്നെ നമ്മൾ ലോങ് വീഡിയോ വേണ്ടത് 4000 വാച്ച് അവറാണ്. അപ്പോൾ ലോങ് വീഡിയോ ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ലോങ് വീഡിയോ എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് 3 മിനിറ്റിൽ കൂടുതലുള്ള വീഡിയോസിനാണ് ലോങ് വീഡിയോ എന്നുള്ളൊരു കാറ്റഗറിയിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന വീഡിയോ മിനിമം 3 മിനിറ്റിൽ കൂടുതലുണ്ടായിരിക്കണം. നമ്മൾ ആദ്യമൊക്കെ വീഡിയോ ചെയ്യുന്നവരാണെങ്കിൽ 3, 3.5 അല്ല 4 മിനിറ്റ് കണക്കാക്കിയുള്ള ലോങ് വീഡിയോസ് തയ്യാറാക്കിയിട്ട് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങൾ ലോങ് വീഡിയോ ചെയ്യുന്ന സമയത്ത് മാക്സിമം ക്ലാരിറ്റി ഉള്ള വീഡിയോ ചെയ്യുക. പിന്നെ വീഡിയോയ്ക്കകത്തുള്ള കണ്ടന്റിനെ കുറിച്ച് നമ്മൾ തന്നെ നമ്മുടെ വോയിസ് കൊടുക്കുക. അതിലും നല്ല ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. നല്ല സൗണ്ടൊക്കെ ഉണ്ടെങ്കിൽ ആൾക്കാർ കാണാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിക്കണം വളരെ. പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും കുറേ ടെക്കുമാരൊക്കെ വന്നിട്ട് കുറേയേറെ ഐഡിയാസൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. അതിൽ കുറേ ആളുകളൊക്കെ പറയുന്നതൊക്കെ നമുക്ക് കുറച്ചൊക്കെ ഉപകാരം ഉണ്ടാകുന്നതാണ്. പിന്നെ കൂടുതലും ആളുകൾ എന്ന് വെച്ചാൽ അവർക്കൊരു എളുപ്പമാർഗ്ഗമാണ് ഈ ഒരു ടെക് എന്ന് പറയുന്നത്. കാരണം ഇതുപോലെ വന്നിരുന്ന് ഉപദേശിക്കാൻ എല്ലാവർക്കും സാധിക്കുമല്ലോ. പക്ഷേ വെളിയിൽ ഇറങ്ങി വീഡിയോസൊക്കെ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്ത് അതിന് വ്യൂവേഴ്സ് കൂട്ടുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുമാണ്. അതിൽ നമുക്ക് കുറച്ച് ചിലവുമുണ്ട്, സാമ്പത്തികമായുള്ള ചില ചിലവുകളും ഉണ്ട്. അപ്പോൾ ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞാൽ ഇതുപോലെ വന്നിരുന്നിട്ട് ഇങ്ങനെ വന്നിരുന്ന് എന്തെങ്കിലുമൊക്കെ ഡയലോഗ് അടിച്ച് റൂമിൻ്റെ അകത്തിരുന്ന് എസിക്കകത്തിരുന്ന് ഉപദേശിക്കുന്നതാണ് ഏറ്റവും എളുപ്പം. അതുകൊണ്ട് തന്നെ എല്ലാവരും അങ്ങനെ അല്ല കേട്ടോ. ഞാൻ പറഞ്ഞ കുറേ ആളുകളൊക്കെ ചെയ്യുന്ന വീഡിയോസ് ഞാനും കാണാറുണ്ട്. പക്ഷേ അതൊക്കെ നമുക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസുമാണ്. പിന്നെ അതുപോലെ തന്നെ കുറേയേറെ വേറെ കാറ്റഗറീസൊക്കെ ഇതിൻ്റെ അത് കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ 3000 വാച്ച് അവർ ചെയ്താൽ മതി ഷോർട്ട് വീഡിയോ, അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ 1000 സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് മോണിറ്റൈസേഷൻ ആകും. ഇതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. അതൊക്കെ വെറുതെ ഓരോന്ന് പറയാം. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ 1000 സബ്സ്ക്രൈബേഴ്സ് ആക്കുക. ലോങ് വീഡിയോ ആണെങ്കിൽ 4000 വാച്ച് അവറും, ഷോർട്ട് വീഡിയോ ആണെങ്കിൽ 10 മില്യൺ വ്യൂവേഴ്സ് ഉണ്ടായാൽ മാത്രമേ നമ്മുടെ